സ്മാർട്ട് സ്റ്റഡിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് SSLC കുട്ടികളുടെ ബയോളജി പാർട്ട് 1 ആദ്യത്തെ പാഠമാണ് പഠിപ്പിക്കാൻ പോകുന്നത്. ആദ്യത്തെ പാഠം എന്ന് പറഞ്ഞാൽ ജെനറ്റിക്സ് ഓഫ് ലൈഫ് അല്ലേ, ജീവൻ്റെ ജനിതകം എന്നാണ് പറയുന്നത്. ഈ ചാപ്റ്ററിൽ നമ്മൾ DNA കുറിച്ചൊക്കെയാണ് പഠിക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് അറിയാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങളുടെ പേജ് കൊടുത്തിരിക്കുന്നത് നൊബേൽ പ്രൈസിനെ കുറിച്ചാണ്. എന്തിനാണ്? പ്രൈസ് ഇൻ കെമിസ്ട്രി ഫോർ ഡെവലപ്പിംഗ് മെത്തഡോളജി ഓഫ് ജീൻ എഡിറ്റിംഗ്. ജീൻ എഡിറ്റിങ്ങിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. 2 ശാസ്ത്രജ്ഞന്മാരെ കുറിച്ചാണ് പറയുന്നതല്ലേ, ജെനിഫറെ ഡൗഡയും എമ്മാനുവേലെ ചാർപ്പൻഷ്യറും. ഇവർക്ക് 2 പേർക്ക് 2020 നൊബേൽ പ്രൈസ് കിട്ടി. അപ്പോൾ ഈ നൊബേൽ പ്രൈസ് എന്ന് പറഞ്ഞാൽ ജീൻ എഡിറ്റിംഗ് മേഖലയിലാണ്. അവർ DNA ജീനുകൾക്ക് ചില മാറ്റങ്ങൾ വരുത്തി പരീക്ഷണം നടത്തിയതാണ്. അപ്പോൾ മാറ്റങ്ങൾ വരുത്തിയപ്പോൾ ജീൻ എന്താണെന്നൊക്കെ ഞാൻ ഇനി വരുമ്പോൾ പറഞ്ഞു തരാം. അപ്പോൾ ജീൻ എഡിറ്റിംഗ് മേഖലയിൽ DNA ജീനുകൾക്ക് ചില പ്രത്യേക മാറ്റങ്ങൾ വരുത്തിയപ്പോൾ അവയിലുണ്ടായിരുന്ന ജെനറ്റിക് ഡിസോർഡേഴ്സ് എന്നൊക്കെ പറയത്തില്ലേ, ജനിതക രോഗങ്ങൾ ഭേദമാകാൻ തുടങ്ങി. ആ കണ്ടെത്തലിലൂടെയാണ് ഇവർക്ക് ഈ നൊബേൽ പ്രൈസ് കിട്ടിയത്. ആ ടെക്നോളജിയെ പറയുന്നത് CRISPR-Cas9 എന്നാണ്. CRISPR-Cas9 ഈ ടെക്നോളജി യൂസ് ചെയ്തിട്ടാണ് അവർ ജീൻ എഡിറ്റിംഗ് പ്രോസസ്സ് ചെയ്തത്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക, ശാസ്ത്രജ്ഞരുടെ പേര് വായിച്ചു നോക്കുക. ഇനി അടുത്തത് മലയാളം ഇവിടെ കൊടുത്തിട്ടുണ്ട്. DNA സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്നാണ് പറയുന്നത്. ലൊക്കേഷൻ ഓഫ് DNA. ഇതാണ് നമ്മുടെ സെല്ലെന്ന് പറയുന്നത്. ഈ ഉള്ളിലായിട്ട് ന്യൂക്ലിയസ് സ്ഥിതി ചെയ്യുന്നുണ്ട്. ഈ ന്യൂക്ലിയസ് ആണിത്. ഈ ന്യൂക്ലിയസിനുള്ളിലും ഒരാളുണ്ട്, അതാണ് ക്രോമസോംസ്. ക്രോമസോംസ് എന്താണെന്ന് നമ്മളിനി പറയുന്നുണ്ട്. അപ്പോൾ ക്രോമസോംസ് ആണ് ഇപ്പോൾ ന്യൂക്ലിയസിന് ഉള്ളിലായിട്ട് കാണപ്പെടുന്നത്. ഈ ക്രോമസോമുകളാണ് നമ്മുടെ ഈ DNA എന്ന് പറയുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ, TV കണ്ടിട്ടുള്ളതുപോലെ ഇങ്ങനെയാണ് DNA ഇരിക്കുന്നത്. ഈ ഓരോ സെഗ്മെൻറ്റുമായിട്ട് മാറുന്ന ഈ കണ്ടില്ലേ, ഇതുപോലത്തെ ക്രോമസോമുകളാണ് ഓരോ സെഗ്മെൻറ്റുമായിട്ട് ഇങ്ങനെ മാറിപ്പോകുന്നത്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ലൊക്കേഷൻ ഓഫ് DNA എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നോക്കുക. സെല്ലുണ്ട്, സെല്ലിൽ ന്യൂക്ലിയസിനുള്ളിൽ ക്രോമസോം DNA ആയിട്ട് മാറുന്നു. ഓക്കെ, അപ്പോൾ അത്രയും പഠിച്ചില്ലേ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്ട്രക്ചറാണ്. DNA സ്ട്രക്ചർ. ഏത് വസ്തുവിനും ഒരു സ്ട്രക്ചർ ഉണ്ടല്ലേ, അപ്പോൾ അതുപോലെ തന്നെ DNAക്കും ഒരു പ്രത്യേക രൂപമുണ്ട്. DNA ഘടന എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. ഇതിന് നമ്മൾ 4 ശാസ്ത്രജ്ഞരാണ്. നേരത്തെ 2 ശാസ്ത്രജ്ഞരല്ലായിരുന്നു, ഇവിടെ 4 ശാസ്ത്രജ്ഞരാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ഈ DNA സെഗ്മെൻറ്റ് ഡബിൾ ഹെലിക്കൽ മോഡലാണ്. ഇവിടെ ഡബിൾ ഹെലിക്കൽ മോഡൽ എന്ന് എഴുതിയിട്ടുണ്ട്, അത് നോട്ട് ചെയ്ത് വെക്കുക, അത് ഇമ്പോർട്ടൻ്റ് ആണ്. DNA സ്ട്രക്ചർ എന്ന് പറയുന്നത് ഡബിൾ ഹെലിക്കൽ മോഡലാണ്. ആ ഡബിൾ ഹെലിക്കൽ മോഡൽ ഇവിടെ വിശദീകരിച്ച് തന്നത് ഈ 2 ശാസ്ത്രജ്ഞന്മാരാണ്. ഫ്രാൻസിസ് ക്രിക്കും ജെയിംസ് വാട്സനുമാണ് DNA ഡബിൾ ഹെലിക്കൽ മോഡൽ വിശദീകരിച്ച് തന്നത്. ആരുടെ? അപ്പോൾ ഈ 2 ശാസ്ത്രജ്ഞന്മാരാരാണ്? ഇവർ 2 പേരുമാണ് എന്ത് ചെയ്തത്? ഇവർ 2 പേരുമാണ് ഈ DNA എക്സ്റേ ഡിഫ്രാക്ഷൻ എന്നൊക്കെ കേട്ടിട്ടില്ലേ, അതായത് DNA നമ്മൾ എക്സ്റേ കടത്തി വിടുന്നു. എക്സ്റേ എന്താണ്? നമ്മുടെ ഈ നമ്മുടെ ശരീരത്തിനകത്തുള്ള അസ്ഥികളുടെ എല്ലുകളുടെയൊക്കെ രൂപം കാണിച്ചു തരുന്നതാണ്. അതുപോലെ തന്നെ ഇവരെന്ത് ചെയ്ത് ഈ എക്സ്റേ ഡിഫ്രാക്ഷനിലൂടെ DNA രൂപവും കണ്ടുപിടിക്കാൻ നോക്കി. അതിനെ ആസ്പദമാക്കിയിട്ടാണ് ഫ്രാൻസിസ് ക്രിക്കും ജെയിംസ് വാട്സനും പിന്നീട് എന്ത് ചെയ്തത്? DNA സ്ട്രക്ചർ ശരിയായ രീതിയിൽ കണ്ടുപിടിച്ചത്. അതെ, ഇവർ നടത്തിയ എക്സ്റേ സ്റ്റഡീസിൽ കിട്ടിയ ഒരു ഫോട്ടോയാണിത്. ഫോട്ടോ 51 എന്ന് കൊടുത്തിട്ട് ഇതിനകത്ത് ഇങ്ങനെയാണ് അവർക്ക് എക്സ്റേ പോലെ ഡിഫ്രാക്ഷൻ ചെയ്തപ്പോൾ അവർക്ക് DNA രൂപം കിട്ടിയത്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ശാസ്ത്രജ്ഞരുടെ പേര് മറന്നു പോകരുത്. പിന്നെ ഡബിൾ ഹെലിക്സ് മോഡലാണ് DNA സ്ട്രക്ചർ. അപ്പോൾ DNA സ്ട്രക്ചർ എന്താണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു. DNA ഘടന ഇനി ഓരോന്നും വിശദമായിട്ട് പഠിക്കാം. ഞാൻ നേരത്തെ ജീനിനെ കുറിച്ച് പറഞ്ഞില്ലല്ലേ, ഇതാണ് നമ്മുടെ DNA എന്ന് പറയുന്നത്. ഈ DNA ഓരോ സെഗ്മെൻറ്റിനെ അഥവാ ഇതുപോലെ പോകത്തില്ലേ, ഈ DNA ഓരോ സെഗ്മെൻറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ജീൻ എന്ന് പറയുന്നത്. DNA ഓരോ സെഗ്മെൻറ്റിനെയാണ് നമ്മൾ ജീൻ എന്ന് പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് ഇതിനകത്ത് തന്നെ ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. ഈ ന്യൂക്ലിയോടൈഡുകൾ ചേർന്നിട്ടാണ് നമ്മുടെ
ഈ ന്യൂക്ലിയോടൈഡുകൾ ഓരോ ന്യൂക്ലിയോടൈഡുകളും ചേർന്നിട്ടാണ് നമ്മുടെ DNA ഉണ്ടാകുന്നത്. ഇതാണ് നമ്മുടെ ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത്. അതായത് ഇതിനകത്ത് ഇതിൻ്റെ വലിയ പടം നോക്കുകയാണെങ്കിൽ ഇതാണ്. ഇതെന്ന് പറയുന്നത് ഫോസ്ഫേറ്റ് ആണ്. ഫോസ്ഫേറ്റ്, ഇത് നമ്മുടെ ഷുഗർ, ഇത് നൈട്രജൻ ബേസ്. ആദ്യം ഫോസ്ഫേറ്റ് എന്ന് പറയുന്നത് ഈ ഷുഗറിനെ അറ്റാച്ച് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ് ഫോസ്ഫേറ്റ്. ഓരോന്നും തമ്മിൽ ബന്ധപ്പെടാൻ ഈ ഫോസ്ഫേറ്റ് ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. അപ്പോൾ അതാണ് അതിൻ്റെ പ്രാധാന്യം. പിന്നെ നമ്മുടെ DOC റൈബോസ് അഥവാ നമ്മുടെ 5 കാർബൺ ഷുഗറാണിത്. ഇത് നമ്മുടെ സാധാരണ പഞ്ചസാരയല്ല. ഇത് DNAയിലെ 5 കാർബൺ ഷുഗറാണ്. നമ്മുടെ സാധാരണ പഞ്ചസാര എന്ന് പറയുന്നത് 6 കാർബണാണ്. ഇത് 5 കാർബണാണ്. 5 കാർബൺ എന്ന് പറയുമ്പോൾ നമ്മൾ കെമിസ്ട്രി ഇതാണ് പറയുന്നത്. ബയോളജിക്കകത്ത് ചില കെമിസ്ട്രി വരുന്നത്. അപ്പോൾ ഇവിടെ ഒരു കാർബൺ, 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 ഇങ്ങനെയാണ് നമ്മുടെ 5 കാർബൺ ഉണ്ടാകുന്നത്. അങ്ങനെയാണ് ഇതിന് 5 കാർബൺ ഷുഗർ എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ DNAയിൽ. പിന്നെ നമുക്ക് അതിൻ്റെ കൂടെ എന്താണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്? ഒരു നൈട്രജൻ ബേസ്. നൈട്രജൻ ബേസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ DNAയിൽ, ഇത് DNAയിലുള്ള നൈട്രജൻ ബേസുകളാണ്. അതായത് അഡിനിൻ, ഒന്നാമത്തേതാണ് അഡിനിൻ, രണ്ടാമത്തേത് തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. ഇതിനകത്ത് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം ഇതൊരു ഒരു പസില് പോലെയാണല്ലേ. ഇതൊരു പസിൽ, ഇതിങ്ങനെ ഇരിക്കുന്നു, ഇതിങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇത് കണ്ടാൽ അറിയാം ഇതിപ്പോൾ അഡിനിൻ, ഇതിനെ നമുക്കിപ്പോൾ അഡിനിൻ എന്ന് വിളിച്ചാൽ ഇതെന്താണ്? തൈമിനാണ്. അപ്പോൾ ഇതും തമ്മിലേ ചേരത്തുള്ളൂ. അഡിനിനും തൈമിനുമായിട്ട് ഇവിടെ ചേരത്തുള്ളൂ. അതുപോലെ തന്നെയാണ് ഗ്വാനിനും സൈറ്റോസിനും. അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. അഡിനിനിൽ ഇവിടെ നമ്മൾ പറയുന്നത് അഡിനിനും അതുപോലെ തന്നെ തൈമിനും ഡബിൾ ബോണ്ടാണ്. അതുപോലെ ഗ്വാനിനും സൈറ്റോസിനും ട്രിപ്പിൾ ബോണ്ടാണ് ഇവിടെ പറയുന്നത്. അത് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇതാണ് നമ്മുടെ ഒരു ഫോസ്ഫേറ്റ്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഷുഗർ, ഫോസ്ഫേറ്റ്, ഷുഗർ. അതുപോലെ നമുക്ക് എന്താണ് ഇവിടെ ഒരു നൈട്രജൻ ബേസ്, ഇവിടെ ഒരു നൈട്രജൻ ബേസ്. ഇങ്ങനെ പരസ്പര ലിങ്ക് ചെയ്യുക. അടുത്തത് നമുക്ക് ഇതുപോലെ വരയ്ക്കാം. ഇങ്ങനെ കണ്ടില്ലേ? ഇതുപോലെ അടുത്തതിന് ഇത് നൈട്രജൻ ബേസ്, ഇത് ഫോസ്ഫേറ്റ്, ഇത് നമ്മുടെ ഷുഗർ, ഇത് നൈട്രജൻ ബേസ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഓരോ ഇതും ബന്ധപ്പെട്ട് കിടക്കുന്നത്. അങ്ങനെയാണ് നമ്മുടെ സെഗ്മെൻറ്റ്സ് ഓഫ് DNA ഫോം ചെയ്യുന്നത്. ഇപ്പോൾ പഞ്ചസാര, ഫോസ്ഫേറ്റ് എന്നിവ ചേർന്നുണ്ടാകുന്നതാണ് നമ്മുടെ DNA എന്ന് പറയുന്നത്. ആ ഇഴകളാണ് നമ്മൾ ഈ ചിത്രത്തിൽ കാണുന്നത്. ഇതിനെ ചുറ്റുകോവണിക മാതൃക എന്നും പറയുന്നുണ്ട്. ഡബിൾ ഹെലിക്സ് മോഡൽ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ചുറ്റുകോവണി എന്നാണ് പറയുന്നത്. ന്യൂക്ലിയോടൈഡ്, ഇതിനെ ചേർന്നുണ്ടാകുന്നതിനെയാണ് നമ്മൾ ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഫോസ്ഫേറ്റും ഷുഗറും അതുപോലെ തന്നെ നൈട്രജൻ ബേസും കൂടെ ചേർന്നുണ്ടാകുന്ന രൂപത്തെ നമ്മൾ എന്താണ് പറയുന്നത്? ന്യൂക്ലിയോടൈഡ് എന്നാണ് പറയുന്നത്. ഇതാണ് DNAയുടെ അടിസ്ഥാന നിർമ്മാണ ഘടകം. ഒരു DOC റൈബോസ് പഞ്ചസാര, ഫോസ്ഫേറ്റ്, നൈട്രജൻ ബേസ് എന്നിവ ചേർന്ന് നിർമ്മിതമാണ്. അവിടെ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ദ ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് ഓഫ് DNA ഈച്ച് ന്യൂക്ലിയോടൈഡ് ഈസ് കമ്പോസ്ഡ് ഓഫ് DOC റൈബോസ് ഷുഗർ, ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ആൻഡ് എ നൈട്രജൻ ബേസ്. അപ്പോൾ അത് നോക്കി വെക്കുക, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമുക്ക് തന്നിരിക്കുന്ന ഒരു വർക്ക്ഷീറ്റ് അല്ലേ, ഈ വർക്ക്ഷീറ്റ് നമ്മൾ ചെയ്തു നോക്കാനാണ്. ഇപ്പം നമ്മൾ ഇത്രയും പറഞ്ഞതിൽ എന്താണ് നിങ്ങൾക്ക് മനസ്സിലായത്? നമ്മുടെ നമ്പർ ഓഫ് DNA സ്ട്രാൻഡ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. അതായത് DNA സ്ട്രാൻഡ് എത്രയാണ്? ഇത് നോക്കിക്കഴിഞ്ഞാൽ എത്രയുണ്ട്? നിങ്ങൾക്ക് എത്ര ഇഴകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും? അതെ, ഇതൊരിഴ, ഇതൊരിഴ. അപ്പോൾ എത്രയാണ്? 2 നമുക്ക് പറയാൻ സാധിക്കുന്നത്. അടുത്തത് എന്താണ്? മോളിക്യൂൾസ് യൂസ്ഡ് ടു മേക്ക് സ്ട്രാൻഡ്സ്. ഈ സ്ട്രാൻഡ്സ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മോളിക്യൂളിനെ നമ്മൾ എന്താണ് പറയുന്നത്? ന്യൂക്ലിയോടൈഡ് എന്നാണ് പറയുന്നത്. എന്താണ്? ന്യൂക്ലിയോടൈഡ്. പിന്നെ മോളിക്യൂൾ യൂസ്ഡ് ടു മേക്ക് റങ്സ്. റങ്സ് എന്ന് പറഞ്ഞാൽ പടികളാണ്. പടികൾ ഉണ്ടാക്കാൻ നമ്മൾ ഉപയോഗിച്ചത് ഏതാണ്? അതെ, നൈട്രജൻ ബേസാണ് ഉപയോഗിച്ചത്.
അടുത്തിട്ട് നമുക്ക് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് നൈട്രജൻ ബേസ് ഏതൊക്കെയായിരുന്നു നമ്മൾ പഠിച്ചിരുന്നത്? അതെ, അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. ഗ്വാനിൻ, സൈറ്റോസിൻ. അടുത്തിട്ട് നമുക്ക് ചോദിച്ചിരിക്കുന്നത് ഫോമേഷൻ ഓഫ് റങ്സ് ആണ്. എങ്ങനെയാണ് ഫോം ചെയ്തത്? ഹൈഡ്രജൻ ബോണ്ട് കൊണ്ടാണ് നമ്മളിത് ഫോം ചെയ്തത്. നമ്മൾ കെമിസ്ട്രി പഠിക്കുന്നതാണ്. ഹൈഡ്രജൻ ബോണ്ട് കൊണ്ടാണ് ഈ നൈട്രജൻ ബേസ് റങ്സൊക്കെ ഫോം ചെയ്ത് വന്നത്. റങ്സ് എന്ന് പറഞ്ഞാൽ പടികളെന്നാണ് അർത്ഥം. അടുത്തത് മോഡ് ഓഫ് നൈട്രജൻ ബേസ് പെയറിങ്. എങ്ങനെയാണ് നൈട്രജൻ ബേസ് പെയർ ചെയ്തത്? അതെ, അഡിനിൻ തൈമിനുമായിട്ടും ഗ്വാനിൻ സൈറ്റോസിൻ. മോളിക്യൂൾസ് ഇൻ എ ന്യൂക്ലിയോടൈഡ്. ന്യൂക്ലിയോടൈഡിലെ മോളിക്യൂൾസ് എത്ര എണ്ണം ഉണ്ടായിരുന്നു? ഇത് 3 ഉള്ളത്. ഏതൊക്കെയായിരുന്നു? നമ്മൾ പഠിച്ചതാണ്. ഒരു ന്യൂക്ലിയോടൈഡിൽ എന്തൊക്കെയാണുള്ളത്? ഒരു ന്യൂക്ലിയോടൈഡിൽ അതെ, നമ്മൾ നേരത്തെ പഠിച്ച ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ട്, അതുപോലെ ഒരു ഷുഗർ ഉണ്ട്, പിന്നെ നമ്മുടെ നൈട്രജൻ ബേസും ഉണ്ട്. ഇത് 3 ചേരുമ്പോഴാണ് ഒരു ന്യൂക്ലിയോടൈഡ് എന്ന് പറയാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് പാർട്ട് 1 അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.